മനുഷ്യർ ഇന്ന് പ്രപഞ്ചത്തിലുള്ള വിവിധ ഗ്രഹങ്ങളെക്കുറിച്ചും വിവിധ നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ പഠിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ശാസ്ത്രലോകം ഇത്രയധികം വളർന്നിട്ട് പോലും നമ്മുടെ ഭൂമിയിലും ഇനിയും ഗവേഷണം നടത്തുവാൻ സാധിക്കാത്ത ചില പ്രദേശങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് മറിയാന ട്രെഞ്ചിനെ പറ്റിയുള്ള ഗവേഷണങ്ങൾ ശാസ്ത്രജ്ഞർ ആരംഭിക്കുന്നത്. എന്നിട്ട് പോലും ഇപ്പോഴും അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളുണ്ട് എന്നത് വളരെ അതിശയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഭൂമിക്കുള്ളിലെ മറ്റൊരു ലോകമെന്ന് വിശേഷിപ്പിക്കുന്ന മറിയാന ട്രെഞ്ചിലെ നിഗൂഢത നിറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം എസ് ഹിയർ. പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഭീമാകാരമായ കടൽ ഗർത്തം അല്ലെങ്കിൽ കുഴിയാണ് ഈ മറിയാന ട്രെഞ്ച് എന്ന് പറയുന്നത്. മറിയാന ഐലൻഡുകളിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ മാറിയാണ് ഈ ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ആസ്ട്രേലിയൻ രാജ്ഞിയായ മറിയാന അന്നയുടെ സ്മരണാർത്ഥമായാണ് ഈ ദ്വീപിന് ആ പേര് ലഭിക്കുന്നത്. ഈ ദ്വീപ് ആർക്ക് ഐലൻഡിന്റെ കൂടി ഒരു ഭാഗമാണ്. ഇതൊക്കെ തന്നെ ആക്റ്റീവായ അഗ്നിപർവ്വത ശൃംഖലകൾക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് ട്രെഞ്ചിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്. ചന്ദ്രന്റെ പകുതി മുറിച്ചു വെച്ചതുപോലെയുള്ള ഈ ഭാഗം ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഗർത്തമാണ്. ഏതാണ്ട് 2550 കിലോമീറ്റർ നീളവും 69 കിലോമീറ്റർ വീതിയുമാണ് ഈ മറിയാന ട്രെഞ്ചിനുള്ളത്. ഇനി ആഴത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 7 മൈൽ, അതായത് 36,201 അടിയാണ്. അതായത് നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് എടുത്ത് ഈ മറിയാന ട്രെഞ്ചിനകത്തേക്ക് വെക്കുകയാണെങ്കിൽ പോലും പിന്നെയും ഒരു 2133 അടി താഴ്ചയിലായിരിക്കും ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിശയം തന്നെയല്ലേ. 1750 PSI വരെയാണ് ഈ ട്രെഞ്ചിൻ്റെ ഏറ്റവും അടിഭാഗത്തായി കാണപ്പെടുന്ന മർദ്ദത്തിൻ്റെ അളവ് എന്നത്. അതായത് ഒരു സ്ത്രീ 8 ജംബോ ജെറ്റുകൾ കയ്യിൽ പിടിക്കുന്നത് പോലെ ആയിരിക്കാം ഈ മർദ്ദം. ഈ മർദ്ദം സമുദ്രനിരപ്പിന് മുകളിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിന് 1071 മടങ്ങായിരിക്കും. 39 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ആയിരിക്കും ഈ ഒരു മർദ്ദാവസ്ഥയിൽ അവിടുത്തെ താപനില എന്ന് പറയുന്നത്. 2009 മറിയാന ട്രെഞ്ചിനെ അമേരിക്കയുടെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിക്കുന്നത്. 1875 HMS ചാലഞ്ചർ എന്ന ബ്രിട്ടീഷ് കപ്പലാണ് ഈ ട്രെഞ്ചിന്റെ ആഴം ആദ്യമായി ഒരു കനമുള്ള കയർ ഉപയോഗിച്ച് അളക്കുന്നത്. അത് ഏതാണ്ട് 26,850 അടി നീളമായിരുന്നു. അതിനുശേഷം 1951 അമേരിക്കൻ നേവിയുടെ മറ്റൊരു കപ്പൽ HMS ചാലഞ്ചർ എന്നായിരുന്നു അതിൻ്റെയും പേര്, അളവെടുക്കാനായി തിരികെ വന്നു. അന്ന് അവർക്ക് കിട്ടിയ കണക്കിൻ പ്രകാരം 35,760 അടിയായിരുന്നു ട്രെഞ്ചിന്റെ ആഴം. എക്കോ സൗണ്ട് സാങ്കേതിക വിദ്യയായിരുന്നു അന്ന് അളവെടുക്കാനായി ഉപയോഗിച്ചിരുന്നത്. ഈ കപ്പലുകളൊക്കെ തന്നെ വന്നു പോയ ശേഷമാണ് ഈ പ്രദേശത്തിന് ചലഞ്ചർ ഡീപ്പ് എന്ന പേര് ലഭിക്കുന്നത്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. 2009 ഹവായി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ സോണാർ മാപ്പിംഗ് ഉപയോഗിച്ച് ഇതിൻ്റെ ആഴം അളക്കുകയുണ്ടായി. അന്ന് 35,994 അടിയാണ് ലഭിച്ചത്. 2010 ഏറ്റവും അവസാനമായി അളവെടുത്തത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻറ്റർ ഫോർ കോസ്റ്റൽ മാപ്പിംഗ് ആയിരുന്നു ഇത് ചെയ്തത്. 1994 മീറ്റർ ആയിരുന്നു അന്ന് അവർക്ക് ലഭിച്ച ആഴമെന്ന് പറയുന്നത്. 1960 ജാക്കസ് പിക്കാർഡ്, ഡോൺ വാൾഷ് എന്നീ 2 പേരാണ് ചലഞ്ചർ ഡീപ്പിൽ പര്യവേക്ഷണം നടത്തുന്ന ആദ്യത്തെ മനുഷ്യർ. 1916 മീറ്റർ ആഴത്തിൽ അന്ന് അവർ എത്തുകയുണ്ടായി. 2012 അവതാർ സിനിമയുടെ സംവിധായകനായ ജെയിംസ് കാമറോൺ ഏതാണ്ട് 7 മൈലോളമാണ് ഈ ട്രെഞ്ചിലൂടെ സഞ്ചരിച്ചത്. ഈ ട്രെഞ്ചിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 1600 അടി കഴിഞ്ഞാൽ പിന്നെ വെട്ടം ഉണ്ടാകില്ല, പൂർണ്ണമായിട്ടും ഇരുട്ടായിരിക്കും. 2009 വുഡ്സ് ഹോൾ ഓഷ്യാനോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഗവേഷകർ ആളില്ലാത്ത റോബോട്ടിക് വാഹനത്തെ 10,902 മീറ്റർ ആഴത്തിലേക്ക് അയച്ചു. പക്ഷേ പല ജീവികളും ഈ വാഹനത്തെ ആക്രമിക്കുകയുണ്ടായി. ഈ വാഹനത്തെ തിരികെ എടുത്തപ്പോൾ ഏതോ ഒരു ഭീമാകാരനായ ജീവിയുടെ പല്ലുകൾ ഇതിന് പുറത്തു നിന്നും ലഭിക്കുകയുണ്ടായി. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് കടലിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ഇത്രയും ആഴമുണ്ടാകാൻ കാരണമെന്ന് നോക്കാം. ഈ മറിയാന ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൺവേർജൻ ബൗണ്ടറിയിലാണ്. നമ്മൾ തുർക്കിയുടെ വീഡിയോ നേരത്തെ ചെയ്തിരുന്നപ്പോൾ അതിലെന്താണ് കൺവേർജൻ ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓഷ്യാനിക് ലിതോസ്ഫിയറിൻ്റെ 2 കൺവേർജൻ പ്ലേറ്റുകൾ ഒന്ന് മറ്റൊന്നുമായി കൂടിച്ചേരുന്നു. ഈ കൂടിച്ചേരുന്ന പോയിന്റിൽ ഒരു പ്ലേറ്റ് മാൻഡിലേക്ക് താഴ്ന്നു പോകുന്നു. ഈ 2 ഫലകങ്ങളും തമ്മിലുള്ള സമ്പർക്ക രേഖയിൽ താഴേക്കുള്ള വളവുകളാണ് ട്രെഞ്ചുകൾ രൂപപ്പെടാൻ കാരണമാകുന്നത്. ഈ ഒരു കാരണം കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഭൂകമ്പം. ഈ ട്രെഞ്ച് 2 ഫലകങ്ങളുടെ അതിരിനുള്ളിലാണ് നിലകൊള്ളുന്നത്, ഫിലിപ്പൈൻ പ്ലേറ്റും പസഫിക് പ്ലേറ്റും. പസഫിക് പ്ലേറ്റ് ഈ അതിരിൻ്റെ കിഴക്ക് തെക്ക് ഭാഗത്തും ഫിലിപ്പൈൻ പ്ലേറ്റ് ഈ അതിർത്തിയുടെ പടിഞ്ഞാറ് വടക്ക് ഭാഗത്തുമാണ്. ഈ 2 ഫലകങ്ങളും വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് നീങ്ങുന്നത്.
എന്നാൽ പസഫിക് പ്ലേറ്റ് ഫിലിപ്പീൻ പ്ലേറ്റിനേക്കാൾ വേഗത്തിൽ നീങ്ങുന്നു. പ്ലേറ്റുകളുടെ ഈ ചലനം ഒരു കൺവേർജന്റ് ബൗണ്ടറി ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. പസഫിക് പ്ലേറ്റ് ഉയർന്ന വേഗത്തിൽ ഫിലിപ്പീൻ പ്ലേറ്റിലേക്ക് കൂട്ടിയിടിക്കുന്നത് വഴി മറിയാന ട്രെഞ്ചിൽ ഒരു സബ്ഡക്ഷൻ സോൺ ഉണ്ടാകുന്നു. പസഫിക് ഫലകത്തിന്റെ ഈ ഒരു പ്രവർത്തനം കാരണം ഈ ഫലക അതിർത്തിയിൽ ആവർത്തിച്ചുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു. മറ്റൊരു അതിശയപ്പെടുത്തുന്ന കാര്യം നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭയാനകരവും അത്ഭുതപ്പെടുത്തുന്നതുമായ ജീവിവർഗങ്ങളാണ്. ഈ ട്രെഞ്ചിന്റെ അടിഭാഗത്തു നിന്നും മൈക്രോ സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള ജീവികളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇതിൻ്റെ 10.6 കിലോമീറ്റർ ആഴത്തിൽ കണ്ടെത്തിയ മൊണോതലാമിയ എന്ന ഏകകോശ ജീവി. ഇതുകൂടാതെ ഡംബോ ഒക്ടോപ്പസ് 20 മുതൽ 50 സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ വലിപ്പം. ട്രെഞ്ചിൻ്റെ ഏറ്റവും മർദ്ദമേറിയ ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്. ആംഗ്ലർ ഫിഷ് ഇതിൻ്റെ തലയുടെ ഭാഗത്തു നിന്നും പ്രകാശമുണ്ടായിക്കൊണ്ടിരിക്കും. കൂടാതെ നല്ല മൂർച്ചയുള്ള പല്ലുകളുമാണ് ഇവയുടേത്. ഫ്രിൽഡ് ഷാർക്ക്, ഗോബ്ലിൻ ഷാർക്ക്, ടെലസ്കോപ്പിക് ഒക്ടോപ്പസ് അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് വിചിത്ര ജീവികൾ നമുക്ക് ഈ മറിയാന ട്രെഞ്ചിൻ്റെ അടിഭാഗത്തായി കാണാവുന്നതാണ്. ഇനിയും കണ്ടുപിടിക്കാത്ത ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയെന്ന് കരുതപ്പെടുന്ന ഒരുപാട് ജീവിവർഗങ്ങൾ ഈ ട്രെഞ്ചിൻ്റെ ഏറ്റവും മർദ്ദമേറിയ ഭാഗത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാകാം. പക്ഷേ അതൊക്കെ കണ്ടെത്താൻ ഇനിയും ഒരുപാട് കാലങ്ങൾ എടുക്കുമെന്ന് മാത്രം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വീഡിയോയുമായി കാണുന്നതായിരിക്കും.